بسم الله الرحمن الرحيم بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وآل كل والصحابة أجمعين أما بعد പ്രിയമുള്ള സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ളവരെ, മയ്യത്ത് പരിപാലനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചാണ് നാം പറഞ്ഞു വന്നത്. അങ്ങനെ മയ്യത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുമ്പോൾ, അഥവാ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സൂചിപ്പിച്ചു, മയ്യത്തിനെ കാണുന്നതിനെ സംബന്ധിച്ചും മയ്യത്തിനെ ചുംബിക്കുന്നതിനെ സംബന്ധിച്ചും നാം പറയുകയുണ്ടായി. അപ്പോൾ ഇത് പൊതുവായ കാര്യമല്ല, ചിലർക്ക് ചില നിയമങ്ങളിൽ വ്യത്യാസമുണ്ട്, എല്ലാവരും ഒരുപോലെയല്ല. ഉദാഹരണം പറയുകയാണെങ്കിൽ, ഷാഫിഈ മദ്ഹബ് അനുസരിച്ച് ഭാര്യാഭർത്താക്കന്മാരിൽ ഒരാൾ മറ്റൊരാളെ മറയില്ലാതെ തൊട്ടാൽ വുളൂ മുറിയും എന്നാണ്. മറയ്ക്ക് മുകളിലാണെങ്കിൽ കുഴപ്പമില്ല, മറയില്ലാതെ ഭാര്യ ഭർത്താവിനെയോ ഭർത്താവ് ഭാര്യയെയോ തൊട്ടാൽ വുളൂ മുറിയും എന്നാണ് ഷാഫിഈ മദ്ഹബ് അനുസരിച്ചു. അപ്പോൾ മയ്യത്തിനെ നമുക്ക് കാണാം. ഭാര്യയ്ക്കും ഭർത്താവിനും പരസ്പരം, ഭർത്താവ് മരിച്ചാൽ ഭാര്യയ്ക്ക് ഭർത്താവിനെ കാണാം, ഭാര്യ മരിച്ചാൽ ഭർത്താവിന് ഭാര്യയെ കാണാം എന്ന് നാം പറയുകയുണ്ടായി. എന്നാൽ ഇവർക്ക് പരസ്പരം സ്പർശിക്കാൻ പറ്റുമോ, തൊടാൻ പറ്റുമോ ഇല്ലയോ? തൊടാൻ പറ്റുമെങ്കിലാണ് കുളിപ്പിക്കാൻ പറ്റുക. നോക്കാൻ പറ്റിയാൽ തൊടാൻ പറ്റുമോ? ഇത്യാദി കാര്യങ്ങളിൽ വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ട് മദ്ഹബുകളുടെ ഇടയിൽ. ഉദാഹരണമായിട്ട് കുളിപ്പിക്കുന്ന കാര്യം ഇൻഷാ അല്ലാഹ് പുറകെ വിശദമായി വരുമെങ്കിലും, ഈ സ്പർശിക്കാമോ പരസ്പരം തൊടാമോ ഇല്ലയോ എന്ന കാര്യം പറയുമ്പോൾ അക്കാര്യം കൂടെ സൂചിപ്പിച്ചു പോകേണ്ടതുണ്ട്. കുളിപ്പിക്കുന്ന ഒരാൾക്ക് മയ്യത്തിന്റെ ശരീരത്തിൽ നിന്ന് അത്യാവശ്യ അളവിലല്ലാതെ നോക്കാൻ പാടില്ല. വലാ യൻദുറുൽ ഗാസിലു, കുളിപ്പിക്കുന്നയാൾ നോക്കരുത്, മിൻ ബദനിഹി, മയ്യത്തിന്റെ ശരീരത്തിൽ നിന്ന്, ഇല്ലാ ഖദറുൽ ഹാജത്തി, ആവശ്യത്തിന്റെ അളവിലല്ലാതെ, മിൻ ഗൈരിൽ ഔറത്തി, ഔറത്തൊഴികെയുള്ള ഭാഗങ്ങളിൽ നിന്ന് ആവശ്യത്തിന്റെ അളവിലല്ലാതെ, ബിഅൻ യുരീദ മഅരിഫത്തൽ മഗ്സൂലി മിൻ ഗൈരിഹി, അപ്പോൾ ഔറത്തല്ലാത്ത മറ്റ് ഭാഗങ്ങൾ കഴുകപ്പെടുന്നതിനെ അറിയാൻ ഉദ്ദേശിച്ചുകൊണ്ട് ആ ഭാഗത്തെ കഴുകുമ്പോൾ ഖദറുൽ ഹാജത്ത്, ആവശ്യത്തിന്റെ അളവിലേ നോക്കാൻ പാടുള്ളൂ, അല്ലാതെ നോക്കരുത്. അതായത് യുക്റഹു നദറു സായിദ് അലാ ദാലിക, ആവശ്യത്തിന്റെ അളവിനേക്കാൾ കൂടുതൽ നോക്കൽ കറാഹത്താണ്. ഇതാണ് മുഅത്തമദായ പ്രബലമായ അഭിപ്രായം. ഇത് ഔറത്ത് എന്ന് നമ്മൾ സാധാരണ പറയാറുള്ള മാബൈന സുറത്തി വറുക്കുബ, മുട്ടുപൊക്കലിന്റെ ഇടയിലുള്ള ആ ഭാഗം, അത് ഒഴിച്ചുള്ള ഭാഗത്തെയാണ് നോക്കാൻ പാടില്ല, നോക്കാൻ അനുവദനീയമായ അളവ്, ആവശ്യത്തിന്റെ അളവിൽ അല്ലാതെ നോക്കരുത് എന്ന് പറഞ്ഞത്. വയഹറുമു നദറുൽ ഔറത്തി, ഔറത്ത് നോക്കൽ ഹറാമാണ്, അതായത് മുട്ടുപൊക്കലിന്റെ ഇടയിലുള്ള ഭാഗം നോക്കൽ ഹറാമാണ് എന്ന് പറഞ്ഞാൽ യഹറുമു ഫീ ഗൈരി സഗീരിൻ ലാ യുസ്തഹ, ആഗ്രഹം ജനിപ്പിക്കാത്ത, ആഗ്രഹം തോന്നാത്ത ചെറിയ കുട്ടികൾ അല്ലാത്തവർക്ക് ഹറാമാണ്, ചെറിയ കുട്ടികൾ അല്ലാത്തവരിൽ ഹറാമാണ്. വഗൈരി സൗജൈനി, ഭാര്യ ഭർത്താക്കന്മാരല്ലാത്തവരിലും ഹറാമാണ്. അപ്പൊ ചെറിയ കുട്ടികൾ കണ്ടാൽ, ആഗ്രഹം തോന്നാത്ത ചെറിയ കുട്ടികൾ, ഭാര്യ ഭർത്താക്കന്മാർ, ഇവരല്ലാത്തവരിലാണ് ഹറാമാകുന്നത്, നോക്കൽ ഹറാമാകുന്നത്, ഔറത്തിലേക്ക് നോക്കൽ ഹറാമാകുന്നത്. അപ്പോൾ ഇക്കൂട്ടരിൽ നിർബന്ധ സാഹചര്യത്തിന് വേണ്ടി നോക്കൽ ഹറാമില്ല, നോക്കൽ ഹറാമില്ല.
എന്നാൽ വഅന്നൽ മസ്സഫിഹി കന്നദിരി, തൊടുക, ഔറത്ത് തൊടുക, മയ്യത്തിനെ തൊടുക, അത് നോക്കൽ പോലെ തന്നെയാണ്. നോക്കൽ അനുവദനീയമാണ്, എന്നാൽ തൊടലും അനുവദനീയമാണ്. ഹുവൽ മുഅത്തമദു, അതാണ് പ്രബലമായ അഭിപ്രായം. അപ്പോൾ ഫലാ യഹ്റുമു ഫി സൗജൈനി, ഭാര്യ ഭർത്താക്കന്മാരിൽ ഹറാമില്ല. എന്ത്? തൊടൽ ഹറാമില്ല. ഷാഫി മദ്ഹബാണ് ഇപ്പോൾ പറഞ്ഞു വരുന്നത്, ഹനഫി മദ്ഹബിലേക്ക് കടന്നിട്ടില്ല. അപ്പോൾ ഭാര്യയ്ക്ക് ഭർത്താവിനെയും ഭർത്താവിന് ഭാര്യയെയും നോക്കൽ ഹറാമില്ല, തൊടൽ ഹറാമില്ല. കാരണം എന്താ? തൊടൽ നോക്കൽ പോലെയാണ്. ബൽ എങ്കിലും യുക്റഹു, കറാഹത്താണ് ഈ സ്പർശനം, വലോ മഅ ശഹവത്തി, വികാരത്തോടു കൂടെയാണെങ്കിലും നോക്കൽ അല്ലാതെ തൊടല് അത് കറാഹത്താണ്. ഇമാം സുംബാത്തി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നുണ്ട്, എന്നാൽ വികാരത്തോടു കൂടെയാണെങ്കിൽ ഭാര്യ ഭർത്താവിനെ തൊടലും ഭർത്താവ് ഭാര്യയെ തൊടലും ഹറാമാണ് എന്നാണ്, വികാരത്തോടു കൂടെയാണെങ്കിൽ. ഇമാം ഖത്തീബ് റഹ്മത്തുള്ളാഹിയുടെ വാക്കും ഈ അഭിപ്രായത്തോടാണ് യോജിക്കുന്നത്. ഇത് മഹല്യ കല്യൂബിലൊക്കെ കാണാൻ കഴിയും. അപ്പോൾ നോക്കൽ അനുവദനീയമാണ്, അതുപോലെ തന്നെയാണ് തൊടലും. അപ്പോൾ ഭാര്യയ്ക്ക് ഭർത്താവിനെ തൊടലും ഭർത്താവിന് ഭാര്യയെ തൊടലും ഹറാമില്ല, എങ്കിലും കറാഹത്തുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഉപേക്ഷിക്കലാണ് നല്ലത്, അതാണല്ലോ കറാഹത്ത്. അത് വികാരത്തോടു കൂടിയാണെങ്കിലും കറാഹത്തെ ഉള്ളൂ എന്നാണ് അഭിപ്രായം. എന്നാൽ ഇമാം സുംബാത്തി, ഇമാം ഖത്തീബ് റഹ്മത്തുള്ളാഹി തുടങ്ങിയവരൊക്കെ വികാരത്തോടു കൂടിയാണെങ്കിൽ ഹറാമാണ് എന്ന അഭിപ്രായക്കാരുമാണ്. അപ്പോൾ ഇതാണ് ചെറിയ വ്യത്യാസം. നോക്കൽ ഹലാലാണ്, തൊടലും ഹലാലാണ്. വികാരത്തോടു കൂടിയാണെങ്കിലും തൊടല് അനുവദനീയമാണ്, കറാഹത്ത് വരും എന്നുണ്ട്. എങ്കിലും ഈ ഭാര്യയ്ക്കും ഭർത്താവിനും പരസ്പരം കുളിപ്പിക്കാമോ? ഭർത്താവ് മരിച്ചു, ഭാര്യയ്ക്ക് ഭർത്താവിനെ കുളിപ്പിക്കാമോ? ഭാര്യ മരിച്ചു, ഭാര്യയെ ഭർത്താവിന് കുളിപ്പിക്കാമോ? ഷാഫി മദ്ഹബാണ് പറയുന്നത് എന്ന കാര്യം മറന്നു പോകരുത്. ഇവിടെ തന്റെ ഭാര്യയെ തനിക്ക് കുളിപ്പിക്കാം, അതുപോലെ ഭർത്താവിന് ഭാര്യയും കുളിപ്പിക്കാം ഷാഫി മദ്ഹബിൽ. എപ്പോഴാണ്? നിർബന്ധ സാഹചര്യത്തിലാണ്. അന്യപുരുഷന്മാരും പോലും ഇല്ലാത്ത സ്ഥലത്ത് ഭർത്താവിനെ ഭാര്യയെ കുളിപ്പിക്കാം, അന്യ സ്ത്രീകൾ പോലും ഇല്ലാത്ത സ്ഥലത്ത് ഭാര്യയെ ഭർത്താവിന് കുളിപ്പിക്കാം. അവിടെ ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്, അത് വിശദീകരിച്ച് ഇൻഷാ അല്ലാഹ് കുളിപ്പിക്കുന്ന ഭാഗത്ത് നമുക്ക് പറയാം. അപ്പോൾ ഇതാണ് നിയമം, പരസ്പരം കുളിപ്പിക്കാം. ഷാഫി മദ്ഹബിൽ അപ്രകാരമാണ്. അപ്പോൾ ഭാര്യയ്ക്ക് ഭർത്താവിനെ കുളിപ്പിക്കാമെന്ന് പറയാൻ കാരണം എന്താ? വസൗജത്തു ലാ തൻഖതിഉ ഹുഖൂഖുഹാ ബിൽ മൗതി ബിദലീലി തവാറുഹി, ഭാര്യയ്ക്ക് ഭർത്താവിനോടുള്ള ആ കടമകൾ ഭർത്താവ് മരിക്കുന്നതോടുകൂടെ മുറിഞ്ഞു പോകില്ല. ആ ഭർത്താവിൻ്റെ ഭർത്താവിൻ്റെ ഭാര്യ എന്ന പദത്തിൽ തന്നെയാണ് അവൾ. കാരണം അനന്തര സ്വത്ത് അവൾക്കുണ്ട് ഭർത്താവ് മരിച്ചാൽ. അതുപോലെ തന്നെ ഇദ്ദയിലാണ്, അപ്പോൾ ഭർത്താവിൻ്റെ ഇദ്ദയിലാണ്, അവൾക്ക് എന്ത് ചെയ്യുക? ഭർത്താവുമായിട്ട് ബന്ധം വിട്ടിട്ടില്ല. ഒരു ഭാര്യയ്ക്ക് ഭർത്താവിനെയും കുളിപ്പിക്കാം, ഭർത്താവിന് ഭാര്യയും കുളിപ്പിക്കാം. ഷാഫി മദ്ഹബാണ്. ഇങ്ങനെ വരുമ്പോൾ കാരണം എന്താ? ഈ ഭാര്യയ്ക്ക് ഭർത്താവിനെ കുളിപ്പിക്കാം, ഭർത്താവിന് ഭാര്യയും കുളിപ്പിക്കാം എന്ന് പറയാൻ മറ്റൊരു കാരണം, മറ്റുള്ളവർക്ക് ഈ ഭർത്താവിലേക്ക് മറ്റുള്ളവർ കാണാൻ പാടില്ലാത്ത അല്ലെങ്കിൽ നോക്കാൻ പാടില്ലാത്തതിലേക്കൊക്കെ ഭാര്യ നോക്കുന്നവളായിരുന്നു. അവൾക്ക് അനുവദനീയമായിരുന്നു. അതെന്താ? മാബൈന സൂറത്ത് റുക്ബത്താണ്, മുട്ടുപൊക്കന്റെ ഇടയിലുള്ള സ്ഥലമാണ്. അത് ഭർത്താവിന് ഭാര്യയും ഭാര്യയ്ക്ക് ഭർത്താവിനെയും നോക്കൽ അനുവദനീയമാണ്. നല്ല കാര്യമാണോ ഇല്ലെന്നുള്ള കാര്യം മറ്റൊരു കാര്യം. അത് ഭർത്താവിനും അത് അപ്രകാരം തന്നെയാണ്. അവർ നോക്കിയവരായിരുന്നു, നോക്കൽ അനുവദനീയമായവരായിരുന്നു. ഇങ്ങനെ ഭാര്യയ്ക്കും ഭർത്താവിനും അങ്ങോട്ടും ഇങ്ങോട്ടും കുളിപ്പിക്കാം. അപ്പോൾ തൊടൽ അനുവദനീയമാണെന്ന് വരുന്നുണ്ടല്ലോ. ഭർത്താവിന് ഭാര്യയും തൊടാം, ഭാര്യയ്ക്ക് ഭർത്താവിനും തൊടാം. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആയിഷ റളിയല്ലാഹു തആല അൻഹയോട് പറഞ്ഞു, ലൗ മിത്തി ഖബലി ലഗസൽതുകി വകഫൻതുകി, ആയിഷ, എനിക്ക് മുമ്പ് നീ മരണപ്പെട്ടാൽ നിന്നെ ഞാൻ കുളിപ്പിക്കും, നിന്നെ ഞാൻ കഫൻ പൊതിയുമെന്ന് മഹാനായ പ്രവാചകൻ പറഞ്ഞാൽ ഇബ്നു മാജയും മറ്റും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇതാണ് ഷാഫി മദ്ഹബിൽ നബിതങ്ങൾ കുളിപ്പിച്ചത്. സഹാബാക്കൾ എന്ത് ചെയ്തിട്ടുണ്ട്?
വസിയത്ത് ചെയ്തിട്ടുണ്ട്. ഭാര്യമാരോടും മറ്റൊക്കെ ഇപ്രകാരം പറഞ്ഞായിട്ടെല്ലാം കാണാൻ കഴിയും. കുളിപ്പിക്കുക. എന്നാൽ ഹനഫി മദ്ഹബില് എന്താണ്? ഹനഫി മദ്ഹബിലെ പ്രബലമായ അഭിപ്രായം മയ്യിത്തായ ഭാര്യയെ തൊടുക, കുളിപ്പിക്കുക പോലുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിൽ നിന്ന് ഭർത്താവിനെ തടയണം. ഭാര്യ മരിച്ചാൽ ഭാര്യയെ തൊടുക, കുളിപ്പിക്കുക പോലുള്ള കാര്യങ്ങളിൽ നിന്ന് ഭർത്താവിനെ തടയണം. നോക്കുന്നതിന് അവനെ അനുവദിക്കണം. ഇതാണ് ഹനഫി മദ്ഹബിൽ ദുറുൽ മുഖ്താറിലൊക്കെ കാണാൻ കഴിയും. എന്നാൽ ഭർത്താവിന് ഭാര്യയെ കുളിപ്പിക്കാൻ, ഇവിടെ ഭർത്താവിന് ഭാര്യയെ കുളിപ്പിക്കാൻ പാടില്ല. നോക്കൽ അനുവദനീയമാണ്. എന്നാൽ മയ്യിത്തായ ഭാര്യയെ തൊടുക, കുളിപ്പിക്കുക പോലുള്ള കാര്യങ്ങൾ തടയണമെന്ന് പറഞ്ഞല്ലോ. ഇവിടെ നോക്കുന്നതിന് വിരോധമില്ല എന്നും പറഞ്ഞു. ഭർത്താവ് ഭാര്യയെ കുളിപ്പിക്കാൻ പാടില്ല. മരണത്തോടെ ഭാര്യയുമായുള്ള ബന്ധം അവസാനിച്ചതാണ് കാരണം. ഇപ്പോൾ അന്യ സ്ത്രീയായിപ്പോയി. ഭാര്യയ്ക്ക് ഭർത്താവിനെ തൊടാം, ഭർത്താവിനെ കുളിപ്പിക്കാം. എന്താണ്? അതിന് വിരോധമില്ല. കാരണം അവൾ ഇദ്ദയിലാണ്, ഭർത്താവുമായിട്ടുള്ള ബന്ധം വിട്ടിട്ടില്ല. പക്ഷെ ഭർത്താവിന് ഭാര്യയെ തൊടാനോ കുളിപ്പിക്കാനോ പാടില്ല. ഹനഫി മദ്ഹബിൽ റദ്ദുൽ മുഖ്താറിലും അതുപോലെ ദുറുൽ മുഖ്താറിലൊക്കെ പറയുന്ന മസലകളാണ് ഈ പറഞ്ഞ കാര്യം. ഷാഫി മദ്ഹബിന് വിരുദ്ധമാണ്. ഷാഫി മദ്ഹബിൽ ഹനഫി ഭർത്താവിനും ഭാര്യയ്ക്കും അങ്ങോട്ടും ഇങ്ങോട്ടുമാകാം. ഇവിടെ ഭർത്താവിന് ഭാര്യയെ കുളിപ്പിക്കാൻ പാടില്ല. മരണത്തോടു കൂടി അവൾ അന്യ സ്ത്രീയായി മാറി. ഭാര്യയ്ക്ക് ഭർത്താവിനെ കുളിപ്പിക്കാം. അന്യപുരുഷന്മാർ മറ്റാരും ഇല്ലാത്ത സന്ദർഭത്തിലാണെന്ന് ഓർക്കണം. എങ്കിലും അവൾ ഇദ്ദയിലാണ്, ഭർത്താവുമായിട്ടുള്ള ബന്ധം വിച്ഛേദിച്ചിട്ടില്ല. അതുകൊണ്ട് അവൾക്ക് അനുവദനീയമാണ് ആരുമില്ലാതെ വരുമ്പോൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്യാദി കാര്യങ്ങൾ മനസ്സിലാക്കി. അവിടെ മറ്റൊരു കാര്യം കൂടെ പറയണം. കുളിപ്പിക്കുന്ന ആള് ഷാഫി മദ്ഹബിൽ കുളിപ്പിക്കാമെന്ന് പറഞ്ഞു, ഭാര്യയ്ക്കും ഭർത്താവിനും കുളിപ്പിക്കാമെന്ന് പറഞ്ഞു. പക്ഷേ ഇവർ രണ്ടുപേരും, ഈ ഭാര്യയും ഭർത്താവും കുളിപ്പിക്കുന്ന സന്ദർഭത്തിൽ അവരുടെ കൈകളിൽ ഒരു തുണിക്കഷ്ണം ചുറ്റുക. കുളിപ്പിക്കുന്നയാൾ ശുദ്ധി ഉള്ള ആളൊന്നും അല്ലെങ്കിൽ പോലും, ശുദ്ധിയുള്ള ആളാണെങ്കിലേ ഭാര്യ തൊട്ടാൽ വുളു മുറിയുള്ളൂ. അപ്പോൾ ശുദ്ധിയുള്ള ആളല്ലെങ്കിൽ പോലും കയ്യിലൊരു തുണിക്കഷ്ണം പൊതിയുക. അത് മന്ദൂബാണ്, സുന്നത്താണ്. ഔറത്തിൻ്റെ ഭാഗമാണെങ്കിൽ എന്തു വേണം? അത് നിർബന്ധമായി വരും, കയ്യിൽ തുണി പൊതിയൽ. ഷാഫി മദ്ഹബിൽ അവിടെയാണല്ലോ കുളിപ്പിക്കുന്ന വിഷയം വരുന്നത്. ഹനഫി മദ്ഹബിൽ പിന്നെ ഭാര്യയ്ക്ക് ഭർത്താവിനെ കുളിപ്പിക്കാം, എങ്കിലും സൂക്ഷിക്കണം. അർഹമുർ റഹീമിനായ തമ്പുരാൻ ഇത്യാദി കാര്യങ്ങൾ മനസ്സിലാക്കി പ്രവർത്തിക്കാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മിൽ മരണപ്പെട്ടു പോയ നമ്മുടെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ, വന്യരായ ഗുരുനാഥന്മാർ, ഭാര്യ ഭർത്താക്കന്മാർ, സന്താനങ്ങൾ, കൂട്ടുകുടുംബാദികൾ, ബന്ധുമിത്രാദികൾ, നാമുമായി ബന്ധപ്പെട്ടവർ, മറ്റ് സത്യവിശ്വാസികൾ എല്ലാവരെയും അള്ളാഹു അവൻ്റെ സ്വർഗീയ ആരാമത്തിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവിധ രോഗങ്ങളിൽ നിന്നും അള്ളാഹു നമ്മെയും നാമുമായി ബന്ധപ്പെട്ട എല്ലാവരെയും കാത്തുരക്ഷിക്കട്ടെ, ഷിഫാ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.